ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം ഞാൻ മഞ്ജു രൂപേഷ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് കാണുമ്പോൾ നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടായിരിക്കും ഇതിപ്പോൾ എന്താ സംഭവം എന്നല്ലേ. വേറെ ഒന്നും അല്ല കേട്ടോ. ഞാൻ ഇന്ന് നമ്മൾ ഈസി ആയിട്ട് എങ്ങനെ വീട്ടിൽ കർട്ടൻ സെറ്റ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഞാൻ ഇന്നത്തെ വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും, നിങ്ങൾക്കൊരു യൂസ്ഫുൾ വീഡിയോ ആയിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. അപ്പം നമ്മുടെ വീട്ടിലിപ്പോൾ നമ്മളെ വീട്ടിലൊക്കെ ഇപ്പം എല്ലാവരുടെ വീട്ടിലും ഡ്രിൽ മെഷീൻ ഉണ്ടാവണമെന്നില്ല. അപ്പം നമുക്കിനി ഫ്രണ്ട്സുകളുടെ അടുത്തോ അങ്ങനെ ആരുടെയെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡ്രിൽ മെഷീൻ നമുക്ക് വീട്ടിൽ കൊണ്ടുവരാവുന്നേ ഉള്ളൂ. അപ്പോൾ വലിയ റിസ്ക്കുള്ള പണിയൊന്നും അല്ലാണ്ട് നമ്മൾ ഡ്രില്ലർ ഉപയോഗിച്ചിട്ട് നമ്മൾ ഹോൾ ഉണ്ടാക്കുന്ന വലിയ റിസ്ക്കുള്ള പണിയൊന്നും അല്ല. അപ്പം നമുക്കിത് നമ്മൾ ഫ്രണ്ട്സുകളുടെ അടുത്ത് അല്ലെങ്കിൽ ഇപ്പോൾ വീട്ടിലൊക്കെ ഉള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ നമുക്ക് ഇനി എന്താണ് കർട്ടൻ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പുറത്തുനിന്ന് ആളെ വിളിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതേ നമ്മൾ ഡ്രില്ലർ ഇത് ഇങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്. കാരണം നമ്മൾ നമ്മൾ എവിടെയാണോ മാർക്ക് ചെയ്യേണ്ടത് വെച്ചെങ്കിൽ അവിടെ മാർക്ക് ചെയ്തിട്ട് നമ്മളിത് ഇങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്. അതിനൊരു ബട്ടൺ കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആ ഒരു ബട്ടണിൽ പ്രസ് ചെയ്ത് കൊടുക്കുക. നമ്മൾ പ്ലഗിൽ വെച്ചതിന് ശേഷം മാത്രം കേട്ടോ. അപ്പോൾ നമ്മൾ എപ്പോഴും എന്താ പറയുക, പ്ലഗ് നിങ്ങൾക്ക് എത്തുന്നില്ല എന്നുണ്ടെങ്കിൽ എക്സ്റ്റൻഷൻ ബോർഡ് വെച്ചിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് ചെയ്യണമെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ നമ്മളെ ഡ്രില്ലറിൻ്റെ പ്ലഗ് ഉണ്ടല്ലോ, ഈ പ്ലഗ് ഞാൻ നമ്മളെ സ്വിച്ച് ബോർഡിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. ഇനി നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കർട്ടന് വേണ്ട മെറ്റീരിയൽസാണ്. അപ്പോൾ ഇതിൽ നമുക്ക് വേണ്ട സ്റ്റോപ്പറാണ്. അതുപോലെ തന്നെ അടുത്തെന്ന് പറയണമെങ്കിൽ നമ്മുടെ ലോക്കാണ്. അതുപോലെ ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വാഷറാണ് കേട്ടോ. ഇനി നമുക്ക് ചെയ്യാൻ പോകുന്നത് വെച്ചെങ്കിൽ അടുത്തത് നമ്മൾ ഡ്രില്ലർ ഉപയോഗിച്ചിട്ട് നമ്മൾ ഹോൾ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതേ നമ്മളിവിടെ ഡ്രില്ലർ ഉപയോഗിച്ചിട്ട് നമ്മൾ ഹോൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ സൗണ്ട് നന്നായിട്ട് നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ ഇങ്ങനെ ഇതിലുള്ള സൗണ്ടായിരിക്കും നമുക്ക് ഡ്രില്ല് ചെയ്യുമ്പോൾ ഉണ്ടായിരിക്കുക. അപ്പോൾ നന്നായിട്ട് കെയർ ചെയ്തിട്ട് വേണം നമ്മൾ ചെയ്യാൻ കേട്ടോ. കാരണം നമ്മളിപ്പോൾ ഇതിൽ മാർക്ക് ചെയ്യുന്ന നമുക്ക് വേണ്ട ആ ഒരു ലോക്ക് ഫിറ്റ് ചെയ്യാനുള്ള 2 ഭാഗങ്ങൾ നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ മാർക്ക് ചെയ്തിട്ടുള്ള ഭാഗത്ത് മാത്രം നമ്മൾ എന്താണ് ഡ്രില്ലർ ഉപയോഗിച്ചിട്ട് ഹോൾ ഉണ്ടാക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, എപ്പോഴും നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഒരുപാട് ഹോൾ ഉണ്ടാക്കാനുള്ള അവസ്ഥയൊന്നും വരുത്തരുത്. അപ്പോൾ നന്നായിട്ട് നമ്മൾ അളന്നിട്ട് നോക്കിയിട്ട് വേണം നമ്മൾ ചെയ്യാൻ. ഇനി വേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ആദ്യം കണ്ട ആ വാഷർ ഉണ്ടല്ലോ, ആ വാഷർ നമ്മൾ ഈ ഹോളിനകത്തോട്ട് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് ഇട്ട് കൊടുക്കുക. ഒന്ന് നന്നായിട്ട് എന്തെങ്കിലും നമ്മുടെ ഇത്തിരി വെയിറ്റുള്ള എന്തെങ്കിലും സംഗതികൾ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ഒന്ന് നന്നായിട്ട് ഇടിച്ച് അമർത്തി കൊടുക്കാവുന്നതാണ്. കാരണം വെച്ചാൽ തെന്നിയിട്ട് പുറത്തേക്ക് നിൽക്കുന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതൊക്കെ ഒന്ന് അമർത്തി വെച്ച് കൊടുക്കാവുന്നതാണ്. വലിയ റിസ്ക് ഒന്നും ഇല്ലാത്ത പണിയാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഒരു ലോക്ക് ഉണ്ടല്ലോ, ഈ ലോക്ക് നമ്മൾ സ്ക്രൂ വെച്ചിട്ട് നമ്മൾ ഒന്ന് നന്നായിട്ട് ഫിറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതേ നമ്മുടെ 2 ഭാഗത്തുള്ള ലോക്കും നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. ഇനി അടുത്ത് നമുക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പൈപ്പ് ഉപയോഗിച്ച്, അതായത് നമുക്ക് നമ്മുടെ കർട്ടൻ തൂക്കാൻ വേണ്ടിയിട്ടുള്ള പൈപ്പാണ്. ഈ പൈപ്പ് നമുക്ക് മുറിച്ചിട്ട് ഷോപ്പിൽ നിന്ന് മേടിക്കാം നമ്മുടെ അളവിൽ. അതല്ല ഇനി ലെങ്ത്തിൽ കൊടുത്താലും നമുക്ക് വീട്ടിലെ എക്സോ ബ്ലേഡ് വെച്ചിട്ട് നമുക്ക് മുറിക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഇതേ നമ്മളൊരു ഭാഗത്ത് സ്റ്റോപ്പർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ചെയ്യുന്നതെന്ന് വെച്ചെങ്കിൽ നമ്മൾ കർട്ടൻ അതിലേക്ക് കോർത്ത് കൊടുക്കുകയാണ്. ആ കോർത്ത് കൊടുത്തതിന് ശേഷം അടുത്ത സ്റ്റോപ്പറും കൂടെ നമുക്ക് ഈ ഒരു കർട്ടൻ ഇങ്ങോട്ട് തെന്നി വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കാവുന്നതേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇനി അടുത്ത ചെയ്യുന്നത് വെച്ചെങ്കിൽ നമ്മുടെ ഈ ഒരു ലോക്ക് ഉണ്ടല്ലോ, നമ്മുടെ ചുവരിൽ സെറ്റാക്കിയിട്ട് ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ലോക്ക് ഉണ്ടല്ലോ, ആ ലോക്കിലേക്ക് നമ്മൾ ഈ ഒരു ഫ്രെയിം, ഈ കർട്ടനോട് കൂട്ടുള്ള ഈ ഒരു ഫ്രെയിം നമ്മൾ അങ്ങോട്ട് ഇറക്കി വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ കാണുന്ന പോലെ ആ ഒരു ഫ്രെയിമിനെ എടുത്ത് നമുക്കൊരു സ്ക്രൂ പോലത്തെ ഒരു ബട്ടൺ കാണുന്നുണ്ട്. അപ്പോൾ ആ ബട്ടൺ നമ്മൾ നന്നാക്കിയിട്ട് ലൂസാക്കിയിട്ട് വെച്ച് കൊടുക്കുക. ലൂസാക്കി വെച്ച് കൊടുത്തിട്ട് വേണം നമ്മൾ ആ ഒരു കർട്ടനോട് കൂടിയുള്ള ഫ്രെയിം നമുക്ക് അതിൽ സെറ്റ് ചെയ്ത് വെച്ച് കൊടുക്കാൻ. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കുക, ആ ഒരു സ്ക്രൂ തന്നെ നന്നാക്കിയിട്ട് ടൈറ്റാക്കി കൊടുക്കുക. ടൈറ്റാക്കി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. അത് നമുക്ക് പുറത്തേക്ക് നമുക്ക് എടുക്കാനോ അതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങാനോ ക്ലോത്തൊക്കെ ആയാലും നമുക്ക് നീങ്ങാനോ ഒന്നിനും പറ്റില്ല. കണ്ടില്ല, നല്ല ഫിറ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഇവിടെ കർട്ടൻ സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അതുപോലെ നിങ്ങളുടെ വിലയേറിയ കമൻറ്റ്സ് നമ്മളെ അറിയിക്കാൻ മറക്കരുത്. കമൻറ്റ് ബോക്സിൽ എന്തായാലും അറിയിക്കുക. അപ്പോൾ ഇനി അടുത്തൊരു കിടിലൻ വീഡിയോ ആയിട്ട് കാണുന്നവരിക്കും ടാറ്റാ ബൈ ബൈ, താങ്ക് യു.